ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് ഉടൻ ബർത്ത് ചെയ്യും. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് MSC ഐറീനയുടെ ക്യാപ്റ്റൻ എന്നതും പ്രത്യേകതയാണ്. 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുണ്ട് MSC ഐറീനയ്ക്ക്. സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഐറീന എത്തുന്നത് ഇതാദ്യമായാണ്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് വരവേൽപ്പ് നൽകുന്നത്. MSC ഐറീനയുടെ വരവാണ് കാണുന്നത്. ഏറ്റവും വലിയ ഒരു കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് MSC ഐറീന. വിഴിഞ്ഞം തുറമുഖത്ത് ഉടൻ ബർത്ത് ചെയ്യുകയാണ്. വാട്ടർ സല്യൂട്ട് എന്ന വളരെ പരമ്പരാഗതമായ രീതിയിലാണ് MSC ഐറീനയ്ക്ക് സ്വീകരണം. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. വിഴിഞ്ഞത്ത് തുടർച്ചയായി എത്തുന്ന വലിയ വലിയ കപ്പലുകളിലൊന്നാണ്. കണ്ടെയ്നറുകൾ ആ കപ്പലിൽ കാണാം. 400 മീറ്റർ നീളം, 61 മീറ്റർ വീതി എന്ന് പറയുമ്പോൾ എത്ര വലിയ കപ്പലാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഡാൻ വിവരങ്ങൾ. രഞ്ജിത്തെ, രണ്ട് ചരിത്രങ്ങളാണ് ഒരേപോലെ വിഴിഞ്ഞത്ത് ഇന്ന് പിറക്കുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീമൻ ചരക്ക് കപ്പലായ MSC ഐറീന വിഴിഞ്ഞം തീരത്തേക്ക്, ഇന്ത്യയിലെ ഒരു തീരത്തേക്ക് അത് എത്തുന്നു എന്നത് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ആ കപ്പലിന്റെ ക്യാപ്റ്റൻ തൃശൂർ സ്വദേശിയായ വില്ലി ആന്റണി ആണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ പ്രശസ്തി ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് മാറുന്ന ഒരു അഭിമാന നിമിഷങ്ങളാണ് ഇപ്പോൾ. ഈ കപ്പൽ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിന്റെ റൂട്ടിൽ ചില കാലതാമസങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് വൈകിയത്. ഏറ്റവും ഒടുവിൽ 6-ാം തീയതി വരുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് ഈ പുറം കടലിൽ, അതായത് ഊഴം കാത്തു കിടക്കുകയായിരുന്നു. മറ്റ് കപ്പലുകൾക്ക് ഇവിടെ നിന്ന് വന്ന് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതിനാൽ ഏതാണ്ട് 6ഓളം കപ്പലുകൾ ഇവിടെ വന്ന് മടങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ MSC ഐറീന ബർത്ത് ചെയ്യാൻ ഒരുങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് ഈ കപ്പലിനെ സ്വീകരിച്ചിരിക്കുന്നത്. ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ കപ്പലിനെ വിഴിഞ്ഞം തീരത്തേക്ക്, തുറമുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ MSC ഐറീന ഇവിടേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷയാണ് കടലിൽ ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 24,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള പടുകൂറ്റൻ കപ്പലാണ് MSC ഐറീന. 4 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പം ഉണ്ട് എന്നാണ് അതിന്റെ ഉടമസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ കപ്പലിൽ നിന്ന് ഏതാണ്ട് ഒരു നിശ്ചിത അളവിലുള്ള കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തീരത്ത് ഇറക്കി വെച്ച ശേഷം അവിടെ നിന്ന് അത് മറ്റ് ഫീഡർ ബോട്ടുകളിലും മറ്റും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുള്ള, മറ്റ് തുറമുഖങ്ങളിലേക്ക്, ചെറു തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു കപ്പലാണ് MSC ഐറീന. ആ കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഒരു തുറമുഖത്ത് ആദ്യമായാണ് ഇങ്ങനെയൊരു അവസരം കൈവരുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക പ്രകൃതിദത്ത ആഴം അത് എത്ര കണ്ട് ഇത്തരം ഭീമൻ കപ്പലുകൾക്ക് ഇവിടേക്ക് എത്തുന്നതിന് സഹായകരമായി മാറുന്നു എന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യം കൂടിയായി മാറുകയാണ്. സിംഗപ്പൂരിൽ നിന്നാണ് ഈ കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2 ദിവസമായി ഇത് പുറം കടലിൽ ഊഴം കാത്ത് കിടക്കുകയായിരുന്നു. നമുക്കറിയാം അതിന്റെ വലിപ്പവും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കി വേണമായിരുന്നു അതിന് ബർത്തിലേക്ക് അടുപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ. അത് ഇന്നലെ വൈകിട്ടോടെ പൂർത്തിയായാണ് ഇപ്പോൾ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ബർത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഔദ്യോഗികമായി അതിന് തുറമുഖത്തിന്റെ ബർത്തിൽ, അതായത് കവാടത്തിൽ നൽകും. അതിനുശേഷമായിരിക്കും ക്യാപ്റ്റൻ വില്ലി ഉൾപ്പെടെ ഒരുപക്ഷെ ഒരു ചെറു സന്ദേശ മാധ്യമങ്ങളുമായി ഓൺലൈനായോ മറ്റോ അല്ലാതെയോ പങ്കുവച്ചേക്കുമെന്നാണ് സൂചന. MSC മറീന ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ കപ്പലാണ്. 400 മീറ്റർ നീളം. 400 മീറ്റർ നീളം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1/2 കിലോമീറ്ററിനടുത്ത് നീളം വരുന്ന കപ്പൽ, 61 മീറ്റർ വീതി ഉള്ള വലിയ ഒരു കപ്പൽ. അതിൻ്റെ കണ്ടെയ്നർ അടക്കം ഇതിൽ എന്താണ് കണ്ടെയ്നർ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഡാന്? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മലയാളിയാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പദവി ഇരിക്കുന്ന ഐറീനയുടെ ക്യാപ്റ്റൻ എന്നതും പ്രത്യേകതയാണ്. ക്യാപ്റ്റൻ വില്ലി തൃശ്ശൂർ സ്വദേശി കൂടിയാണ്, അല്ലേ?
രഞ്ജിത്ത്, ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് കൈകാര്യം ചെയ്യുന്ന ചരക്കുകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ അങ്ങനെ സാധാരണ അവർ കൈമാറാറില്ല. അത് തീർത്തും സ്വകാര്യമായി മാത്രം ഈ കമ്പനി അധികൃതർക്ക് മാത്രം, തുറമുഖ വകുപ്പ് അധികൃതർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾക്ക്, അതായത് ഇതിലെ കണ്ടെയ്നറുകൾക്ക് ഓരോ കണ്ടെയ്നറിന് എന്ന വീതം അതിന്റെ നികുതി കൃത്യമായി സംസ്ഥാനത്തിന് ലഭിക്കും. കേന്ദ്രത്തിൽ അതിന് ഒരു വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു സാമ്പത്തിക നേട്ടം കൂടിയാണ് കേരളത്തിന് ഉണ്ടാക്കി നൽകുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അതായത് ഈ തുറമുഖം കമ്മീഷനിങ് ചെയ്ത് ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോഴാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ, ചരക്ക് കപ്പൽ MSC ഐറിന ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കും. ഈ MSCയുടെ തന്നെ ജേർഡ് സർവീസ്, അതായത് ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജേർഡ് സർവീസിന്റെ ഭാഗമായാണ് ഈ ഭീമൻ കപ്പൽ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബർത്തിന്റെ 200 മീറ്റർ അടുത്ത് വരെ ഈ കപ്പൽ എത്തിയിട്ടുണ്ട്. അത് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ വാട്ടർ സ്ലൂട്ട് നൽകി ഏതാനും മിനിറ്റുകൾക്കകം തന്നെ, ഏതാണ്ട് ഒരു 8:30-ക്കകത്ത് തന്നെ അത് ബർത്തിലേക്ക് അടുക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രഞ്ജിത്ത്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. MSC മറീന അഭിമാനമായി ഇതാ വിഴിഞ്ഞത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.